Hi viewers, welcome to our channel. Our channel name Tips and Tricks. എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. നമുക്ക് ഇതിന് വേണ്ടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 5 eggs ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്ക് കുറേശ്ശെ ഷുഗർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു 1 കപ്പ് ഷുഗർ പൗഡറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കുറേശ്ശെ ഷുഗർ പൗഡർ ആഡ് ചെയ്ത് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിഫ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ എഗ്സ് നന്നായിട്ട് ബീറ്റായിട്ടുണ്ട്, നന്നായിട്ട് സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. നമുക്കതൊന്ന് സ്റ്റിഫ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. കുറേശ്ശെ ഇട്ട് ഫോൾഡ് ചെയ്യാം. മൈദ മാത്രമേ ഉള്ളൂ. ഇതുപോലെ മുഴുവൻ മൈദയും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിനു മുമ്പ് ഒന്ന് തട്ടിക്കൊടുക്കുക. എയർ ബബിൾസൊക്കെ പോവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കൊരു കുക്കറിലേക്ക് കുറച്ച് ഉപ്പ് പരത്തി അതിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡ് വെച്ച് ഈ ബാറ്റർ അതിൻ്റെ മുകളിൽ വയ്ക്കാം. ഇനി ഒരു 30 മിനിറ്റ് നമുക്കിത് വേവിക്കാം. 30 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡിയായി. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ജാം ഇതിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.